കാസർഗോഡ് തലപ്പാടി ടോൾ ഗേറ്റിൽ യാത്രക്കാരും ടോൾ പ്ലാസ ജീവനക്കാരും തമ്മിൽ സംഘർഷം. പണം നൽകിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് നമുക്കത് കാണാം. സാരംഗേത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അടി എന്ന നിലയിലേക്കാണ് പല സംഭവങ്ങളും. ഇത് എന്തിന്റെ പേരിലായിരുന്നു? ദിലീഷ്, തികച്ചും നിസ്സാരമായ ഒരു പ്രശ്നമായിരുന്നു. കാരണം ടോൾ ബൂത്തിലേക്ക് കർണാടക ഉള്ളാൾ സ്വദേശികളായ 3 യുവാക്കൾ സഞ്ചരിച്ച വാഹനം കർണാടകയിലെ ഉള്ളാളിൽ നിന്നും കാസർകോട്ടേക്ക് വരികയായിരുന്നു. കാസർകോട്ടേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി തലപ്പാടി ടോൾ പ്ലാസയിൽ വെച്ച് ഇവരുടെ വാഹനം ടോൾ പ്ലാസ കടക്കുന്ന സമയത്ത് ഫാസ്ടാഗ് വർക്ക് ചെയ്യാതിരിക്കുകയും ഇവർക്ക് മുൻപിലുള്ള ടോൾ ഗേറ്റ് തുറക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അതിൽ പ്രകോപിതരായ യുവാക്കൾ ടോൾ ഗേറ്റ് അടക്കം അടിച്ചു തെറിപ്പിച്ച വാഹനം മുന്നോട്ടേക്ക് എടുത്തു. അത് തടയാനെത്തിയ ടോൾ ഗേറ്റിലെ ജീവനക്കാർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായത്. ഇവർ തകർത്ത ടോൾ ഗേറ്റിന്റെ ഭാഗങ്ങളും അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡിന്റെയും അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ലോഹഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവർ ആദ്യം ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഒടുവിൽ ഒരു രക്ഷയും ഒരു ഗത്യന്തരവും ഇല്ലാതെ ജീവനക്കാരെ തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥ വന്നു. പിന്നീട് നാട്ടുകാരും പോലീസും ഒക്കെ ഏറെ നേരത്തെ പണിപ്പെടലിനൊടുവിലാണ് ഇവരെ ഭാഗത്തുള്ള ആളുകളെയും ശാന്തരാക്കി സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയത്. ഇപ്പോൾ എന്തായാലും 4 പേരുടെ പേരിൽ ഇപ്പോൾ കർണാടകയിലെ ഉള്ളാൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ 4 പേരും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ ടോൾ ജീവനക്കാർക്കും പരിക്കുണ്ടോ? അതിൽ ഒരാൾ ഒരു വടി പിടിച്ചടിക്കണ്ടായിരുന്നു, തിരിച്ചും ആക്രമണം ഉണ്ടായിരുന്നു. അതെ, ആദ്യം ഇത്തരത്തിൽ യുവാക്കളുടെ ഭാഗത്ത് നിന്നാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ. കാരണം അത്തരത്തിൽ ഫാസ്ടാഗ് പ്രവർത്തിക്കുന്നില്ല, നിങ്ങൾ പണം തരണമെന്ന് മാത്രമാണ് ജീവനക്കാർ ആവശ്യപ്പെട്ടത്. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ജീവനക്കാർക്ക് നേരെ യുവാക്കൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. യാതൊരു ഗത്യന്തരവും ഇല്ലാതെ ആയിരിക്കണം ഒരു പക്ഷേ അവരടിച്ചു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി മാറി. ശരി, എന്തായാലും 4 പേര് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയുണ്ട്. പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകി.